നമസ്തേ. ഒരു യുദ്ധം തുടങ്ങാൻ പോകുമ്പോൾ ആദ്യമായി പേടിച്ചത് ആരായിരുന്നു? അർജുനനോ ധൃതരാഷ്ട്രരോ? അല്ല, ദുര്യോധനനാണ് ആദ്യം അസ്വസ്ഥനായത്. എന്തുകൊണ്ട്? കാരണം സത്യം അറിയുന്നവരുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഒരു ഭയമുണ്ടാകും. ഇന്ന് നമുക്ക് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 2 ആഴത്തിൽ പഠിക്കാം. ഈ ഒരു ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് അഹങ്കാരത്തിനുള്ളിലെ പേടി. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം, പാണ്ഡവരുടെ സൈന്യം യുദ്ധത്തിനായി ശക്തമായി നിരന്നു നിൽക്കുന്നത് കണ്ട ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ, ദുര്യോധനൻ തന്റെ ഗുരുവായ ദ്രോണാചാര്യന്റെ അടുത്തേക്ക് രാജാ വചനമബ്രവീത് ചെന്നു സംസാരിച്ചു. പാണ്ഡവരുടെ സൈന്യം യുദ്ധത്തിനായി ശക്തമായി നിരന്നു നിൽക്കുന്നത് കണ്ട ദുര്യോധനൻ തന്റെ ഗുരുവായ ദ്രോണാചാര്യന്റെ അടുത്തേക്ക് ചെന്നു സംസാരിച്ചു. എന്താണ് ദുര്യോധനനെ അലട്ടിയത്? ദുര്യോധനന് വലിയ സൈന്യമുണ്ടായിരുന്നു, വലിയ ശക്തിയും അധികാരവും ഉണ്ടായിരുന്നു. പക്ഷേ പാണ്ഡവരുടെ സൈന്യം കണ്ടപ്പോൾ ദുര്യോധനന്റെ മനസ്സിൽ അസ്വസ്ഥത വന്നു. എന്തുകൊണ്ട്? കാരണം അധർമ്മത്തിനുള്ളിൽ എപ്പോഴും ഒരു ഭയം ഒളിഞ്ഞിരിക്കും. നമ്മൾ തെറ്റാണെന്ന് ഉള്ളിൽ അറിയുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കുറയും, സംശയം കൂടും, ഇൻസെക്യൂരിറ്റി, ഒരു അരക്ഷിതാവസ്ഥയുണ്ടാകും. എന്തുകൊണ്ടാണ് ദുര്യോധനൻ തന്റെ ഗുരുവിന്റെ അടുത്തേക്ക് പോയത്? അതൊരു പ്രധാന സൂചനയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യൻ ഗൈഡൻസ് തേടും, സപ്പോർട്ട് തേടും, ഒരു റീഅഷ്വറൻസ് വേണമെന്ന് തോന്നും, ഒരു മാർഗനിർദ്ദേശം, ഒരു സാന്ത്വനം, ഒരു സപ്പോർട്ട്. ഇതൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കും. പക്ഷേ ദുര്യോധനൻ സത്യം തേടിയല്ല പോയത്, തന്റെ ഭയത്തിന് ഒരു പിന്തുണ തേടുകയായിരുന്നു. ദുര്യോധനനെ പുറത്ത് കാണുന്നത് ശക്തനായ രാജാവും ഒരു കോൺഫിഡന്റ് ലീഡറുമായിട്ടാണ്. പക്ഷെ ഉള്ളിലോ പേടി, ഇൻസെക്യൂരിറ്റി, ആങ്സൈറ്റി. ഇതിന്നും മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കുന്നു. പുറത്ത് സ്മൈൽ, ഉള്ളിൽ സ്ട്രഗിൾ. ഇന്നത്തെ ജീവിത ഉദാഹരണങ്ങൾ എടുത്താൽ, ഒരു വിദ്യാർത്ഥി പഠിക്കാതെ എക്സാം എഴുതാൻ പോകുന്നു. പുറത്ത് എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം പഠിച്ചു. പക്ഷെ ഉള്ളിൽ പേടി, ടെൻഷൻ. കാരണം പ്രിപ്പറേഷൻ ഇല്ല. ഒരു ഓഫീസിൽ ഒരാൾ തന്റെ സ്വാധീനം ഉപയോഗിച്ചു തരും. പക്ഷേ ഹാർഡ് വർക്കിംഗ് ആളുകളെ കാണുമ്പോൾ അയാൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി തോന്നും. എന്തുകൊണ്ട്? സത്യം അറിയാം. ടാലന്റ്സിനെ, കഴിവുകളെ പേടിക്കുന്നതാണ് ഇൻസെക്യൂരിറ്റി. സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ചിലർ വളരെ ഹാപ്പിയായി കാണിക്കും, പെർഫെക്റ്റ് ലൈഫ് കാണിക്കുന്നുണ്ടാകും. പക്ഷേ ഉള്ളിലോ ഒറ്റപ്പെടലും ഉത്കണ്ഠയും താരതമ്യപ്പെടുത്തലും ആകെ ഒരു ബഹളമായിരിക്കും. പുറത്തുള്ള എല്ലാ ഹാപ്പി ഇമേജുകളും യഥാർത്ഥമായിരിക്കില്ല. ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? യഥാർത്ഥ ശക്തി പുറത്തല്ല, അകത്താണ്. നീതിയുള്ള മനസ്സിന് പേടി കുറവായിരിക്കും. സത്യമുള്ളവർക്ക് ആത്മവിശ്വാസം സ്വാഭാവികമായി തന്നെ വരും. ജീവിതത്തിൽ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലും പ്രധാനപ്പെട്ടത് സ്വന്തം പേടികളെ ജയിക്കുക എന്നതാണ്. പ്രിപ്പറേഷൻ, ഓണസ്റ്റി, ഡിസിപ്ലിൻ ആൻഡ് ഫെയ്ത്ത് ഇവയൊക്കെ ഉണ്ടെങ്കിൽ പേടി അപ്രത്യക്ഷമാകും. അതുകൊണ്ട് സത്യസന്ധമായി ജീവിക്കൂ, ഹാർഡ് വർക്ക് ചെയ്യൂ, മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യപ്പെടുത്തുന്നത് ഒഴിവാക്കൂ. ഇന്നർ പീസ് ഓട്ടോമാറ്റിക്കലി വരും. ഇന്നൊരു ചെറിയ പ്രാക്ടീസ് പറയാം. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരു പേപ്പർ എടുത്ത് എഴുതി നോക്കൂ. എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം എന്താണ്? ഫെയിലുവർ, റിജക്ഷൻ, ഫിനാൻഷ്യൽ പ്രോബ്ലം, ഫ്യൂച്ചർ. ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ പേടിയുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വരും. പിന്നീട് അതിനെ ധൈര്യമായി നേരിടുക. എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഉത്കണ്ഠയോ പേടിയോ തോന്നുമ്പോൾ വീണ്ടും വീണ്ടും അതുതന്നെ ചിന്തിച്ചിരിക്കരുത്. മനസ്സിനെ മാറ്റിവിടുക. അത് ഓവർകം ചെയ്യാനുള്ള ആക്ഷൻ തുടങ്ങുക. സ്മോൾ ആക്ഷൻസ് ഡിസ്ട്രോയ് ഫിയർ. ദുര്യോധനന്റെ പ്രശ്നം പുറത്തുള്ള ശത്രുക്കളല്ലായിരുന്നു, ഉള്ളിലെ ഇൻസെക്യൂരിറ്റി ആയിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഏറ്റവും വലിയ യുദ്ധം, ഏറ്റവും വലിയ പേടി, ഏറ്റവും വലിയ തടസ്സം പലപ്പോഴും
നമ്മുടെ ഉള്ളിലാണ്. ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യം സ്വന്തം മനസ്സിനെ ജയിക്കൂ. ഹേ കൃഷ്ണ, ഭയത്തെ നേരിടാനുള്ള ധൈര്യവും സത്യം പാലിക്കാനുള്ള ശക്തിയും ശാന്തമായ മനസ്സും ഞങ്ങൾക്ക് തരയണമേ. ഹരി ഓം തത്സത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഭഗവത്ഗീത മലയാളം സീരീസ് തുടർച്ചയായി ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യൂ. നന്ദി.